സോ ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ വൈപ്പ് പിസ്റ്റൺ ഇൻ മലയാളം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡൊമിന 400ൻ്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഇത് 2023 BS6 Phase 2 E20 മോഡലാണ്. ബജാജിൽ നിന്ന് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. സോ ഞാനിതിപ്പോൾ ഒരു കൊല്ലത്തിന് മുകളിലായിപ്പോൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഞാൻ 14,000 കിലോമീറ്ററിന് മുകളിലിപ്പോൾ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അതും എല്ലാം കൂടി എൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കും ഇത്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ, എനിക്ക് വേറൊരു ചാനലും കൂടിയുണ്ട്, വൈപ്പ് പിസ്റ്റൺ എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. POV റൈഡ്സൊക്കെ ആയിരിക്കും അതിൽ വരുന്നത്. ഇനി മുതൽ ഈ ചാനലിൽ ഞാൻ ടൂറിങ് വ്ളോഗ്സും റൈഡ് വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സ് എല്ലാം ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് മാക്സിമം ബെസ്റ്റ് വിഷ്വൽസ് കൊണ്ടുതരും. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോസാണ്, സോ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. ഇനി ഫ്യൂച്ചറിൽ വരുന്നതിൽ ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഇത് 2023 BS6 Phase 2 E20 മോഡലാണ്. ആൻഡ് ഫസ്റ്റ് നമുക്ക് ഡിസൈൻ തന്നെ തുടങ്ങാം അല്ലേ. 7-8 വർഷമായി ഇപ്പോൾ ഈ ബൈക്ക് ഇറങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഇപ്പോഴും അടിപൊളിയായിട്ട് ബജാജിൻ്റെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ ഞാൻ പറയും. ആൻഡ് ബജാജ് ഈ വർഷങ്ങളിലൊക്കെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ബജാജിൻ്റെ ലൈനപ്പിൽ നിന്ന് ഏറ്റവും വൺ ഓഫ് ദി ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് തന്നെ ഞാൻ പറയും. റിയലി മസ്കുലർ ബീഫി ആയിട്ടുള്ളൊരു ലുക്കാണ്. വളരെയധികം ഒരു മസിൽ മാൻ പോലുള്ളൊരു ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളാണിത്. ആൻഡ് ഡെഫിനറ്റ്ലി ബജാജ് കുറേയധികം അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മേജറായിട്ട് വലിയ അപ്ഡേറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതേ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ വർഷങ്ങളിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൂറിങ് സെഗ്മെൻറ്റിലേക്കുള്ള ഒരു ഇതാണ്. ടൂറിങ് ബൈക്കാണ് അവർ ഇപ്പോഴാണ് ഈ അടുത്താണ് തിരിച്ചറിഞ്ഞത്. അവർ വലിയൊരു വൈസർ കൊണ്ടുവന്നു, ഹാൻഡ് ഗാർഡ് കൊണ്ടുവന്നു, ഒരു ടോപ്പ് റാക്ക് കൊണ്ടുവന്നു, സാഡിൽ സ്റ്റേ ഉണ്ട്, ഞാനത് വെച്ചിട്ടില്ല. ആൻഡ് ഒരു ബാഷ് പ്ലേറ്റും കൂടിയുണ്ട് അണ്ടർ ബെല്ലി. ഞാനിപ്പോൾ അതല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിതൊരു RC390 BS4 വേർഷൻ്റെ അണ്ടർ ബെല്ലി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അധികം ഓഫ് റോഡ് കാര്യങ്ങളൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത്. അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഫുള്ളും ഗട്ടറും കല്ലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ ആയിരിക്കും. എഞ്ചിനെ നല്ല ഡെഫിനറ്റായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാൻ അധികം ഓഫ് റോഡും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ലുക്ക് കുറച്ചും കൂടി ഇതായതുകൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് വലിയ വൃത്തിയായിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഐ എം ഹാപ്പി വിത്ത് ദ ഡിസൈൻ. സോ അത്രത്തോളമാണ് ഡിസൈൻ ഭാഗത്തുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ആളുകൾ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് ഞാൻ പറയാം. കാരണം ഡൊമിന 400 ഇപ്പോൾ കോമൺ എല്ലായിടത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒന്നോ രണ്ടോ വീതം വെച്ചിട്ടെങ്കിലും ഉണ്ട് മിനിമം. സോ എല്ലാവരും ഓൺ ചെയ്യുന്നൊരു ബൈക്കാണ്, അതുകൊണ്ട് എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഡിസൈൻ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ. ഇറ്റ്സ് റിയലി ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ, ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. ആൻഡ് നമുക്ക് ഹെഡ്ലൈറ്റ് പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫുള്ളി LED ഹെഡ്ലൈറ്റാണ്. ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, ബ്രേക്ക് ലൈറ്റ്സ് ആയിക്കോട്ടെ, എല്ലാം LED തന്നെയാണ്. ആൻഡ് ഫുള്ളി ഹെഡ്ലൈറ്റ്സ് ഇറ്റ്സ് റിയലി പവർഫുൾ. രാത്രി കാലങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് പവർ ചെയ്യുന്നൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള വഴികളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടും. ഹൈവേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. ബട്ട് ഒരു വൈഡായിട്ടുള്ളൊരു ഹൈവേ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വൈറ്റ് ലൈറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ പവർ, അത് വൈറ്റ് ലൈറ്റ് സ്പ്രെഡ് ആവും, അങ്ങനെ പവർ കുറയുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് വെളിച്ചമുണ്ടാകും, പക്ഷെ നമുക്ക് ക്ലിയറായിട്ട് അങ്ങ് ഒരു ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച കിട്ടില്ല. എന്തോ ഒരു അവിടെ ഗട്ടറുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഫോഗി വെതേഴ്സൊക്കെ വരുമ്പോൾ ആരാണോ പിന്നെ ഫോഗി ആയിട്ടുള്ള വെതർ കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ഒട്ടും യൂസ്ഫുൾ അല്ലാത്തൊരു ഹെഡ്ലൈറ്റാണ്. പിന്നെ ഫോഗി ആയിട്ടുള്ള ഏരിയാസിലൊക്കെയാണ് നിങ്ങൾ റൈഡ് പോകുന്നതെങ്കിൽ ഒട്ടും യൂസ്ഫുൾ അല്ലാത്തൊരു ഹെഡ്ലൈറ്റാണ്. ഒട്ടും വിസിബിലിറ്റി കിട്ടില്ല നിങ്ങൾക്ക്. ഞാൻ അങ്ങനെ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഇതിൽ ഫോഗ് ലൈറ്റ്സ് വെച്ചിരിക്കുന്നത്. ഇത്
HIGയുടെ മിനി ഡ്രൈവ് ഫോഗ് ലൈറ്റ്സ് ആണ്. എനിക്ക് ആ മോഡൽ നെയിം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മിനി ഡ്രൈവിംഗ് ഫോഗ് ലൈറ്റ്സ് എന്നാണ് പേര്. സോ നിങ്ങൾക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാം. ഞാൻ വലിയ ഫോഗ് ലൈറ്റ്സ് ഒന്നും എടുത്ത് വെക്കാമെന്ന് പറയില്ല, കാരണം ഒന്ന് MVD, പിന്നെ വണ്ടിയുടെ ബാറ്ററീൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെറുത് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചം കിട്ടും. ആൻഡ് സോ ദ നെക്സ്റ്റ് തിങ്, നമുക്ക് എൻജിനിലോട്ട് പോകും. ഇതൊരു 373.3cc ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. ഇതിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞാൻ ബാക്കി ഡീറ്റെയിൽസും കൂടി പറഞ്ഞിട്ട്. സോ 8650 RPM 40 PS ഓഫ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ 373cc എൻജിൻ. ആൻഡ് 7000 RPM 35 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഡൗൺ ഷിഫ്റ്റ്, അതായത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യില്ലേ, ഇപ്പോൾ ഒരു 4th തേർഡിലേക്ക് 3rd സെക്കൻഡിലേക്ക് അങ്ങനെ ഇടുമ്പോൾ അത് സ്മൂത്തറായിരിക്കും. സ്ലിപ്പർ ക്ലച്ച് ഇല്ലാത്തൊരു വണ്ടിയാണ് നമ്മളിങ്ങനെ സഡനായിട്ട് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ റിയർ ടയർ ലോക്കായി പോകും. മനസ്സിലായോ? അതായത് നമ്മുടെ എൻജിൻ്റെ റൊട്ടേഷൻ സ്പീഡും ടയർ കുറങ്ങുന്ന റൊട്ടേഷൻ സ്പീഡും ഡിഫറെൻ്റ് ആകുമ്പോൾ എൻജിൻ്റെ ആ ഇതിലേക്ക് ഇതാക്കാൻ വേണ്ടി, റൊട്ടേഷൻ സെയിം ആക്കാൻ വേണ്ടി അത് റിയർ ടയർ ലോക്കായി പോകും. സ്ലിപ്പർ ക്ലച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് ലോക്കാവാതെ സ്മൂത്തറായിട്ടുള്ളൊരു ഷിഫ്റ്റിങ് അവിടെ നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ സെക്കൻഡായിട്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ക്ലച്ച് ഫീൽ ഭയങ്കര ലൈറ്റായിരിക്കും. കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു ഫിംഗറാണ് യൂസ് ചെയ്യുന്നത്. വളരെ ലൈറ്റാണ്. ഈ ഒരു ആംഗിളിൽ നിന്ന് കാണിച്ചു തരാം. ക്ലച്ച് ഫീൽ വളരെയധികം ലൈറ്റാണ്. ആൻഡ് അങ്ങനെ ലൈറ്റായിട്ടുള്ളൊരു ഗുണം, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് സിറ്റി റൈഡ്സിലൊക്കെ വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ഫീച്ചർ. ബജാജ് സ്ലിപ്പർ ക്ലച്ച് കൊണ്ടുവന്നതിൽ വളരെയധികം താങ്ക് യു. ഇത്രയും വലിയൊരു മോട്ടോർ സൈക്കിളിൽ, ഇത്രയും വെയിറ്റുള്ളൊരു മോട്ടോർ സൈക്കിളിൽ കൊണ്ടുവന്നതിൽ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. സോ അടുത്തത് നെക്സ്റ്റ് തിങ്, അടുത്തത് ഫ്യൂൾ ടാങ്ക്. ഇതൊരു 13 liters ഫ്യൂൾ ടാങ്കാണ്. 13 liters കപ്പാസിറ്റി ഉള്ളൊരു ഫ്യൂൾ ടാങ്കാണ്. ആൻഡ് മൈലേജ് എന്ന് പറയുന്നത് ഫോർ മീ പേഴ്സണലി എനിക്ക് മെയിൻലി സിറ്റി റൈഡ്സിൽ ഡെയിലി റൈഡ്സിൽ എനിക്ക് കിട്ടുന്നത് 29 മുതൽ 32 ഡെയിലി റൈഡ്സിൽ എനിക്ക് കിട്ടുന്നത്, സിറ്റി റൈഡ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഡെയിലി റൈഡ്സിൽ എനിക്ക് കിട്ടുന്നത് 29 മുതൽ 32 വരെയാണ്. അത് ഹൈവേ ടൂറിങ് എന്നീ സിറ്റുവേഷനിൽ എനിക്ക് മാക്സിമം 35 മുതൽ മാക്സിമം 38 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ടാങ്ക് ടു ടാങ്ക് മെത്തേഡിൽ ടെസ്റ്റ് ചെയ്തതാണ്. സോ ഞാൻ വെറുതെ പറയുന്നതല്ല. അതിൻ്റെ ഒരു കാരണം E20 മോഡൽ ഓൾഡർ മോഡലിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം ഫ്യൂൽ എഫിഷ്യൻസി കൂടിയിട്ടുണ്ടെന്ന് ഞാൻ കൺഫേം ആയിട്ട് ഞാൻ പറയും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആൻഡ് വൺ മോർ തിങ് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ എൻജിനിൽ ഇതിന് മുമ്പിൽ വരുന്നത് ട്രിപ്പിൾ സ്പാർക്കായിരുന്നു, അതായത് 3 സ്പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ബജാജ് E20 മോഡലായപ്പോൾ അത് സിംഗിൾ സ്പാർക്കാക്കി, 2 സ്പാർക്ക് പ്ലഗ് എടുത്ത് കളഞ്ഞിട്ട് ഒറ്റ സ്പാർക്ക് പ്ലഗ് ആക്കിയിട്ടുണ്ട്. അത് എമിഷൻ നോംസിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. സോ യാ, പിന്നെ വേറെന്താ ഉള്ളത്? ഓക്കെ, സോ നെക്സ്റ്റ് ഇത് 43 mm USD ഫോക്സ് ആണ്. വളരെ ബൾക്കി ആയിട്ടുള്ളൊരു USD ഫോക്സ്, വളരെയധികം നല്ല സ്റ്റെബിലിറ്റി കിട്ടും. സോ ദിസ് ഈസ് ദ 43 mm USD ഫോക്സ്. അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. ഹയർ സ്പീഡ്സിലടക്കം വളരെയധികം സ്റ്റെബിലിറ്റി തരുന്നൊരു USD ഫോക്സ് ആണിത്. ആൻഡ് ഹയർ സ്പീഡ്സ് എന്ന് വെച്ചാൽ ഒരു 100-120 ക്രൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു തരത്തിലുള്ള കുഴപ്പമൊന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. വളരെയധികം സ്റ്റേബിളായിട്ട് പോയിട്ടുണ്ട് വണ്ടി. ആൻഡ് ഓഫ് റോഡിങ് കാര്യങ്ങൾ നിങ്ങൾ പോകാത്തതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഞാൻ പറയും. ഇതൊരു ഓഫ് റോഡിങ്ങുള്ള മെഷീനല്ല. ആൻഡ് നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോയി ഒരു 60-70 പോയിക്കൊണ്ട് പെട്ടെന്നൊരു ഗട്ടറൊക്കെ ഇതായി കഴിഞ്ഞാൽ, ചാടിക്കഴിഞ്ഞാൽ ഫോക്സിന് എന്തായാലും ഡെഫിനറ്റായിട്ട് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ബിൽറ്റ് അങ്ങനെയാണ്, കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഇതൊരു ഹൈവേ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൂറിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. സോ നിങ്ങൾ ഓഫ് റോഡിങ് ഗട്ടറൊക്കെ ചാടുമ്പോൾ സൂക്ഷിക്കുക, പതുക്കെ പോവുക.
നിങ്ങളുടെ ഫോക്സിൻ്റെ ലൈഫ് ശ്രദ്ധിക്കുക, കൂട്ടുക, നിങ്ങളുടെ സേഫ്റ്റിയും കൂടി ശ്രദ്ധിക്കുക. സോ ദ നെക്സ്റ്റ് തിങ്സ് വുഡ് ബി ബ്രേക്ക്. സോ ഫ്രണ്ടിൽ 330 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, ബാക്കിൽ 230 mm. ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നല്ല ബ്രേക്കിംഗ് ബൈറ്റ് ഉണ്ട്. ബട്ട് റിയർ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്, അതാ ഞാൻ പറയുള്ളൂ. അതായത് ഇമ്പ്രൂവ് ചെയ്യാം, ലോട്ട് മച്ച് ടു ഇമ്പ്രൂവ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു 60-70 പോയാൽ കൂടി നമുക്ക് റിയർ ബ്രേക്ക് വെച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇത് പോവും, നമുക്ക് ഒട്ടും തന്നെ എന്താ പറയുക പിടിച്ചിട്ട് ഒരു ഫീൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും. സോ റിയർ ബ്രേക്ക് ഒട്ടും തന്നെ പിടിച്ചിട്ട് കാര്യമില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങളൊരു സിന്തേർഡ് അല്ലെങ്കിൽ സെറാമിക് ബ്രേക്ക് പാഡ്സിലോട്ട് സ്വിച്ച് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് വർക്ക്സ് റിയലി പെർഫെക്റ്റ്. ഒരു കുഴപ്പമില്ലാണ്ട് ബ്രേക്കിംഗ് ബൈറ്റ് അതേപടി ഒരു 50% നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്ക് പാഡ്സ് മാറ്റുക. റിയർ ബ്രേക്ക് പാഡ്സ് ഒരു ഉപയോഗവുമില്ല. ആൻഡ് ദെൻ സോ ദ ലാസ്റ്റ് തിങ്, ഓക്കെ. സോ പിന്നെ നെഗറ്റീവായിട്ടുള്ള എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വൈബ്രേഷനാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള വൈബ്രേഷൻ. ഹാൻഡിൽ ബാറിലുണ്ട്, ഫുഡ് റെസ്റ്റിലുണ്ട്, പില്ലിയൻ ഫുഡ് റെസ്റ്റിലുണ്ട്, പില്ലിയൻ സീറ്റിലുണ്ട്, ടാങ്കിൻ്റെ ഏരിയ മൊത്തത്തിലുണ്ട്, ഈ 2 സൈഡിലുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ ബസ് സൗണ്ടും വൈബ്രേഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല അവർ. നമുക്ക് മാക്സിമം റബ്ബർ ബുഷൊക്കെ വെച്ചിട്ട് ഇതായി കഴിഞ്ഞാൽ ഫിക്സ് ആവും. ബട്ട് യു കാൺ റിയലി ഫുള്ളി ഫിക്സ് ദാറ്റ്. ഇതൊരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളാണ്, അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. അതായത് ഒരു 2K RPM മുതൽ 4K RPM വരെയാണ് ഏറ്റവും അധികം വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ നടുക്ക് ബിറ്റ്വീൻ ദാറ്റ്. ആൻഡ് ഒരു 6000 RPM ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി വൈബ്രേഷനൊക്കെ പോവും, വല്ലാണ്ട് റെഡ്യൂസ് ആവും. പക്ഷേ ഞാനൊരിക്കലും 6000 RPM തന്നെ നിങ്ങളോട് ഓടിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. ബട്ട് ഞാൻ ഒരു ടൂറിങ്ങിൻ്റെ ടൈമിലൊക്കെ വളരെയധികം വൈബ്രേഷനോട് ഓടിച്ച് നമ്മൾ പെട്ടെന്ന് ടയർഡാവും, മടുക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ടൂറിങ്ങിനായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വൈബ്രേഷൻ്റെ കാര്യം, പില്ലിയനടക്കം നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് മടുക്കും എല്ലാവരും. സോ ലാസ്റ്റ് നമുക്ക് സർവീസ് കാര്യങ്ങളിലേക്ക് പോവാം. ഇത്രത്തോളമാണ് എൻ്റെ ഓണർഷിപ്പ്. എനിക്ക് ഇത്രയും പിന്നെ ഇത് 197 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. ഞാൻ പക്ഷേ സിറ്റി റൈഡ്സിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാൻ അതിൻ്റെ കാരണം ഇത് ഓടിച്ച് പരിചയമില്ലാത്തവർക്ക്, ബൈക്ക് ഓടിച്ച് പരിചയമില്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തോന്നാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് നല്ല ഗുഡ് ക്ലച്ച് ആൻഡ് ത്രോട്ടിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ഏത് ബൈക്കും നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ക്ലച്ച് ആൻഡ് ത്രോട്ടിൽ കൺട്രോൾ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സുഖമായിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് സർവീസിലേക്ക് കിടക്കാം. സർവീസ് ആൻഡ് മെയിൻ്റനൻസ്. 400cc ഏറ്റവും അധികം അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബൈക്ക് ഡെഫിനറ്റ്ലി ഡൊമിനാർ തന്നെയാണെന്ന് ഞാൻ പറയും. ആൻഡ് നമുക്ക് പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാനിപ്പോൾ 4 സർവീസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 4 എണ്ണത്തിൻ്റെ പ്രൈസ് ഞാൻ പറയാം. ഫസ്റ്റ് സർവീസിന് എനിക്കായത് 2130 രൂപയാണ്. സെക്കൻഡ് സർവീസിന് എനിക്ക് 250 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. തേർഡ് സർവീസിൽ എനിക്ക് 1997 രൂപ, അതായത് 1997 റുപ്പീസ്. ആൻഡ് ഫോർത്ത് പെയ്ഡ് സർവീസിൽ എനിക്ക് 3748 രൂപ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും സ്പെയർ പാർട്സ് കാര്യങ്ങൾ മാറാനോ, ബ്രേക്ക് പാർട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ അതിൻ്റെ വില കൂടും. ഞാൻ ഈ പറഞ്ഞത് ബേസിക് സർവീസ് ചാർജ് മാത്രമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഫോട്ടോസും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇടാം. എന്തൊക്കെയാണ് മാറിയിട്ടുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അത്ര തന്നെയുള്ളൂ ഈ വീഡിയോ. സോ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. അതായത് മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ്, നിങ്ങളിപ്പോൾ ഈ ബൈക്ക് എടുക്കണം. സോ ഞാൻ പറയും നോ, നെവർ, പ്ലീസ് ഡോണ്ട് ബൈ ദിസ് മോട്ടോർ സൈക്കിൾ നൗ. അതിൻ്റെ മെയിൻ റീസൺ, പുതിയ ഡൊമിനാർ 400 വരുന്നുണ്ട്. പുതിയ ഡൊമിനാർ 400 പുതിയ എൻജിൻ വെച്ച്, പുതിയ 390യുടെ എൻജിൻ വെച്ചിട്ട് പുതിയ കുറേയധികം ഫീച്ചേഴ്സോട് കൂടി വെയിറ്റ് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട്, ഡിസൈനിൽ ചെറിയ മാറ്റം വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സോട് കൂടി പുതിയ ഡൊമിനാർ 400 എന്തായാലും വരുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുക്കുക. കാരണം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. നമുക്ക് കാണാം, നിങ്ങളിപ്പോൾ വല്ലാണ്ട് മുട്ടി നിൽക്കുവാണ്,
ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ NS400 അല്ലെങ്കിൽ ഇത് എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് പോലെ. എനിക്ക് ലുക്കിൽ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് 400 തന്നെയാണ്, ഡൊമിനാർ 400 തന്നെയാണ്, NS400 കളിയും. ആൻഡ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കുക. ആൻഡ് ഞാൻ ഒരിക്കലും ഇപ്പോൾ നിങ്ങളോട് ഇത് എടുക്കാൻ പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്ത് പുതിയ മോഡൽ, പുതിയ 2025 ഇറങ്ങാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ പുതിയ മോഡൽ പോയിട്ട് എടുക്കുക. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടില്ല പുതിയ മോഡൽ എടുത്തു കഴിഞ്ഞാൽ എന്നേ ഞാൻ പറയുള്ളൂ. സോ അത്രത്തോളമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ഷോർട്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഒരു POV റൈഡും കൂടി ഞാൻ ചെറുതായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളെൻ്റെ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ചാനലിൽ ഞാൻ ഫുള്ളി കുറേയധികം റൈഡ് വ്ളോഗ്സും POV റൈഡ്സും ട്രാവൽ വ്ളോഗ്സും എല്ലാം നമുക്ക് കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു. ദിസ് ഈസ് മീ വൈബ് പിസ്റ്റൺ സൈനിങ് ഓഫ്.